ഏതായി കുട്ടി? ഇവിടുത്തെ UDC നല്ല കുട്ടിയാ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണതാണ് നമ്മുടെ ഗ്ലൂ ഗൺ ഹാക്സ് പാർട്ട് 1, 2, 3, 4, 5. അപ്പൊ നമ്മുടെ 5th പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ 4th പാർട്ട് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഗ്ലൂ ഗൺ അവന്റെ ഒരു ഗുരുതരമായ ഒരു അസുഖം ബാധിച്ച് അവന് നമ്മള് എന്താ പറയാ ചികിത്സയിലായിരുന്നു. പക്ഷെ അവൻ രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായതിനു ശേഷം അവൻ അവിടെ തന്നെയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇത് നമ്മുടെ പുതിയ 2 ഗ്ലൂ ഗണ്ണാണ്. ഇത് നമ്മുടെ എത്ര വാട്ടാ? 100 വാട്ടിന്റെ ഗ്ലൂ ഗണ്ണാണ്. ഇത് നമ്മുടെ 20 വാട്ടിന്റെ നമ്മുടെ പണ്ടത്തെ ഗ്ലൂ ഗണ്ണിന്റെ അതേ സെയിം ആളാണ്. എന്നാൽ ഒരു കഥ പറയാണ്ട് നമ്മള് ഇവൻ വർക്ക് ചെയ്തില്ലേ കൊണ്ടുവന്നിട്ട് സൂപ്പറായിട്ട് അൺബോക്സിംഗ് ചെയ്ത് വർക്ക് ചെയ്തില്ലേ. ഇവൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച് ഒരു 3-4 ഹാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവനും ഒരു രോഗിയായി മാറുകയായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് തീരുമാനിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവരെ ആമസോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് ഇവരെ അയക്കാൻ പോവാണ്. അവിടുത്തെ വിദഗ്ധമായ ചികിത്സയ്ക്ക് ശേഷം ഇവരെങ്കിലും പൊക്കട്ടെ, ഇനി തിരിച്ചു വരണ്ട. അപ്പൊ നമ്മൾ പുതിയത് റീപ്ലേസ്മെന്റ് പറയാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ഞാൻ. നമ്മുടെ അടിപൊളി ഗ്ലൂ ഗണ്ണുകളാണ്. അപ്പൊ ഇതിന്റെ ഗ്ലൂ സ്റ്റിക്ക് ആണ് കേട്ടോ. ഈ വലുതിന്റെ ഗ്ലൂ സ്റ്റിക്കിന്റെ വലുപ്പം ഇതാണ്, ചെറുതിന്റെ ഗ്ലൂ സ്റ്റിക്കിന്റെ വലുപ്പം ഇതാണ്. കണ്ട ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായിണ്ടാവും. അപ്പൊ നമ്മൾ ഇനി അധികം സമയങ്ങളിൽ വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എന്താ പറയുക, നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാവുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഇനി അധിക സമയങ്ങളുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹാക്ക് എന്ന് പറഞ്ഞത് ഇവരൊരു ഗെയിം ബോർഡാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ അങ്ങനെ കളിക്കാറില്ല, ഇങ്ങനെ ഒരു സാധനത്തിൽ ഇങ്ങനെ ഒരു മണിയാ എന്തെങ്കിലും ഒരു ഗോലിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ച് ആ കറക്റ്റ് ഹോട്ടലിലേക്ക് നടുവിലേക്ക് എത്തിക്കണത്. അപ്പൊ അതേ സംഭവം നമ്മള് ഇവരൊരു പേപ്പർ പ്ലേറ്റിലാണ് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് കളിക്കുകയാണ്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഫുൾ ടൈം മൊബൈലിൽ കളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതേപോലെ എന്തെങ്കിലും കൊടുത്താൽ അവർ അതും പിടിച്ച് ഇങ്ങനെ കളിച്ചിരുന്നോളും നമ്മൾ വിചാരിക്കാം. എവിടെ 2 കളി കളിച്ചു കഴിഞ്ഞാൽ വീണ്ടും മൊബൈലിൽ തന്നെ എടുക്കും. എന്നാലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് കളിക്കാനായാലും ഉണ്ടാക്കാലോ. അപ്പൊ ഇവര് ഇത് പറയണ ഈ ഒരു ഹാക്ക് സൂപ്പർ ആവുന്നാണ് പറയണത്. അപ്പൊ ഈ ഹാക്ക് വർക്കൗട്ട് ആവും, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ബോർഡ് ഗെയിം നമ്മൾ ഉണ്ടാക്കിയേക്കണത് കേട്ടോ. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞ പോലെ നമ്മൾ പടം വരച്ചിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലും അറിയാണ്ട് തെറ്റി ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും കത്രിക എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി, അതിങ്ങോട്ട് പോന്നോളും. പക്ഷെ നമ്മളിത് സിൽവർ കളറുള്ള ഗ്ലൂ സ്റ്റിക്ക് ആണ് യൂസ് ചെയ്തേക്കണം. അപ്പൊ കളർ ഗ്ലൂ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയാ നല്ലോണം സ്റ്റിക്ക് ചെയ്യും, നല്ലോണം ഒട്ടിപ്പിടിക്കും, കുറച്ച് എടുക്കാൻ കുറച്ച് ടഫാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ട്രാൻസ്പെറന്റ് ആണെങ്കിൽ അത്ര വലിയ ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റാറുണ്ട്. ഇത് പക്ഷെ കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് കുറച്ച് കട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. അപ്പൊ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മള്. എനിക്ക് കാണാണ്ടോ? എനിക്ക് കാണില്ല. നിങ്ങൾക്ക് കാണിച്ചെന്നുണ്ടെങ്കിൽ ഈ ബോൾ ഇപ്പൊ തോന്നിയ വഴിയൊക്കെ പോകണ്ട. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇവിടെയൊക്കെ കട്ടി കുറവാണ്. അതിന്റെ കഥ ഞാൻ നിങ്ങൾക്ക് വേറെ പറഞ്ഞു തരാം. ഇത് തീർന്നില്ലേ? നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഗ്ലൂ ഗൺ കുറെ കഷ്ടപ്പാടുകൾ എനിക്ക് വരുത്തി. ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് തരണം ചെയ്ത് ഞാൻ ഈ ഹാക്സ് മുഴുവൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാരണം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് കട്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഭാവമൊക്കെ കട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് റൂട്ടായിട്ട് തന്നെ വരും. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ് 10 മാർക്ക് കൊടുക്കുക. അപ്പൊ ഗ്ലൂ ഗൺ ഉള്ളവരൊക്കെ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇതുപോലെ തന്നെ ബോർഡ് ഗെയിംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് അടിച്ച് പൊളിക്കുക. വെക്കേഷനൊക്കെ ഇനി വരാൻ പോകണം, അടിച്ച് പൊളിക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവര് പറയണത് ഇപ്പൊ നമ്മള് എന്താ പറയാ നമ്മുടെ മൊബൈലിന്റെ ഒക്കെ ടോർച്ച് നമ്മൾ കത്തിച്ചു വയ്ക്കും. പക്ഷെ എന്താ പറയാ ആകെ നമ്മുടെ കണ്ണിലേക്കൊക്കെ കുത്തണ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമുക്ക് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ യൂസ് ആയെന്ന് വരില്ല. അപ്പൊ ഇവര് എന്തൊരു ഗ്ലൂ സ്റ്റിക്ക് എടുക്കുക, അത് കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ വെക്കുക. ഇവര് പറയുന്നത് ചൂടാക്കിയിട്ട് അതിന്റെ മുകളിൽ വെക്കാനാട്ടോ, വീടാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നല്ലൊരു ടോർച്ചിന്റെ എഫക്ട് കിട്ടുന്നതാണ് പറയണത്. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ മൊബൈൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ ഗ്ലൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതാ വലിയ ഗ്ലൂ കണ്ടി കേട്ടോ, നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. അതെ, ഇതിന്റെ മുകളിൽ ഞാൻ വെക്കുകയാണ്. ഞാൻ ഒട്ടിക്കണില്ല കേട്ടോ, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. കാരണം അങ്ങനെ ഒട്ടിപ്പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലാ ശരിയാവില്ല. നമ്മുടെ പാവല്ലേ ഫോൺ. അതെ നോക്കിയേ,
ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് ലൈറ്റ് കെടുത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോഴാണ് ആ ഒരു മാജിക് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അത് നമ്മുടെ മൊബൈലിന്റെ ടോർച്ച് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നമ്മള് വെക്കാൻ പോവാണ്. അപ്പൊ ഇപ്പൊ ലൈറ്റ് കുറച്ച് ഡിമ്മാണ്. അപ്പൊ ഇത് പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞപ്പോ നോക്കിയേ, ഇതിന്റെ ഉള്ളിൽ കൂടെ ആ ലൈറ്റ് പാസ് ചെയ്യുമ്പോ നല്ല എന്താ പറയാ, നല്ലൊരു ടോർച്ചിന്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് കറണ്ടൊക്കെ പോവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മൊബൈലിൽ ടോർച്ച് കത്തിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഗ്ലൂ സ്റ്റിക്ക് ഇങ്ങനെ വെച്ചോളൂ, വീഴാണ്ടിരിക്കണം എന്നുള്ള കേട്ടോ. അപ്പൊ ഇതെന്തായാലും ഞാൻ നമ്മുടെ മെൽറ്റ് ചെയ്തിട്ട് ഇതുമ്മ വെക്കാൻ ഞാൻ പറയില്ല. എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മൊബൈലിന്റെ ടോർച്ചിന്റെ ലൈറ്റിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലോ. അതൊരു സക്സസ്ഫുൾ ഹാക്കാണ്. നമുക്ക് 10ൽ 10 മാർക്ക് കൊടുക്കാം. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. നമ്മൾ മുന്നത്തെ ഗ്ലൂഗൺ ഹാക്സ് പാർട്ട് 1 നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇവരിത് വെറൈറ്റി ആയിട്ട് ചെയ്യണ, നമ്മളൊരു കട്ടർ എടുക്കാണ്. ആ കട്ടറിന്റെ ബാക്കില് ഈ എന്നിട്ട് അതിന്റെ പേര് പറയാ, ഇത് മെൽറ്റ് ചെയ്ത് ഒഴിക്കുകയാണ് നമ്മുടെ ഗ്ലൂഗൺ വെച്ചിട്ട്. അതിങ്ങനെ കുറച്ച് കട്ടിയിലാക്കാണ്. അതിനുശേഷം അത് വെച്ചിട്ട് മാക്കിയാണ്. അപ്പൊ ഒരു റബ്ബറിന്റെ എഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ കട്ടറിന്റെ പാക്കിൽ നമ്മൾ റബ്ബർ ചെയ്തത്. അപ്പൊ ഇത് നമ്മൾ സിൽവറിന്റെ ആണ് ചെയ്തത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ ഗ്ലൂഗൺ മേടിച്ചതിൽ നമ്മുടെ കളേഴ്സ് ഇടാനും പിന്നെ അതുപോലെ വലുതിന് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള യൂസ് ചെയ്യാനാണ് വിചാരിച്ചത്. വെച്ചാൽ നമ്മൾ കളേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുമ്പോൾ ആ ഒരു ഗ്ലിറ്റർ അതിൽ വരാണ് നമ്മൾ വൈറ്റ് ഇട്ടാലും. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വിചാരിച്ചിട്ടാണ് ഇത് ഗ്ലിറ്റർ ഇട്ടത് ചെറുതില്. പക്ഷെ വലുത് വർക്ക് ചെയ്തില്ല. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ഇത് വെച്ചിട്ട് എങ്ങാനും വർക്ക് ചെയ്താലോ വെച്ചിട്ട് ചെയ്തു. പക്ഷെ ഇതുകൊണ്ട് മാറ്റുമ്പോൾ എന്താ വെച്ചാൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരാണ്. പക്ഷെ ഞാൻ നമ്മുടെ ഗ്ലൂ സ്റ്റിക്കൻ എടുത്തിട്ടൊന്ന് മാറ്റി നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മായിണ്ട്. പിന്നെ നമ്മൾ മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിലും അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മായുന്നുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തതിൽ. സക്സസ്ഫുൾ ഹാക്ക് എന്ന് പറയാൻ നമുക്ക്. എന്നാലും നമ്മളിപ്പോ പരീക്ഷയ്ക്കൊക്കെ പോയിട്ട് കുറേ പാരഗ്രാഫൊക്കെ എഴുതിട്ട് മൊത്തം മാറ്റിയാൽ ശരിക്കും പണി കിട്ടും. അപ്പൊ നമ്മള് ചെറിയൊരു കാര്യത്തിന് ഇപ്പൊ റബ്ബർ കാണാനില്ല വെച്ചാൽ വേഗം ഗ്ലൂ സ്റ്റിക്ക് ഇരിക്കണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തൊന്ന് മാറ്റി നോക്കാം. അത്രേ ഉള്ളൂ. നമുക്ക് 10ൽ ഒരു 5 മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 10ൽ 10 മാർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കയ്യിൽ ഗ്ലൂ സ്റ്റിക്ക് ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ തന്നെ നമ്മുടെ ലാസ്റ്റ് ഹാക്ക് എന്താ വെച്ചാൽ ഞാനൊരു 5-6 ഹാക്കൊക്കെ ട്രൈ ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, നമ്മുടെ ഈ ഗ്ലൂ സ്റ്റിക്ക് ഗ്ലൂഗൺ നമ്മളെ ചതച്ചുകൊണ്ട് മാത്രം നമ്മൾ 4 ആക്കിയിട്ട് കുറച്ചേക്കാണ്. അപ്പൊ നമ്മുടെ ഗ്ലൂഗൺ ശരിയായതിനു ശേഷം നമ്മൾ അടിച്ചു പൊളിച്ച് തകർത്ത് നമ്മൾ ഗ്ലൂഗണുള്ള എല്ലാ ഹാക്സ് നമ്മൾ ചെയ്യണതായിരിക്കും കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഹാക്കിൽ ഇവരൊരു ഗ്ലാസുമ്മ ഇങ്ങനെ ഡിസൈനിൽ ഇങ്ങനെ ചെറിയൊരു ബാസ്ക്കറ്റ് പോലെ ഉണ്ടാക്കാണ്. കുട്ടി ബാസ്ക്കറ്റ് കേട്ടാ. നമ്മുടെ ഗ്ലാസിന്റെ മുകളിൽ ഡിസൈൻ ചെയ്തിട്ട് നല്ല രസമായിട്ട് അതുമ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ബണ്ണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഓട്ടെ കൂടെ പോവാത്ത രീതിയിൽ എന്തോ ഇട്ട് വെക്കാന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റ്. അപ്പൊ നമുക്ക് ആദ്യം ഞാനപ്പോ ഗോൾഡൻ കളർ കൊണ്ട് നമ്മള് സിൽവർ കളർ കൊണ്ട് ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ നമ്മുടെ സിൽവർ ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഗോൾഡൻ ഒരു 3-4 കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇട്ടിട്ട് ചെയ്തു. അപ്പൊ 2 കളറായിട്ട് എന്തായാലും വെറൈറ്റി ഇട്ടിട്ടുണ്ട്. നല്ല രസമായിട്ട് കേട്ടോ, നല്ല ചെയ്യാനും നല്ല സുഖമാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗ്ലാസിന്റെ മുകളിൽ നല്ലോണം വാസ്ലിൻ തേച്ച് കൊടുക്കണം. എന്നാലാണ് അത് വിട്ടുപോരല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ ഒട്ടിപ്പിടിച്ച് അതേപോലെ ഇരിക്കാൻ സാധ്യതയുണ്ട്. കാരണം സ്കെയിലുമ്പോൾ ഞാൻ ചീർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ചീപ്പ് എന്ന് പറയുന്നവര് പറയും, ഞങ്ങൾ ചീർപ്പ് എന്നാണ് കേട്ടോ, ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയാം. അപ്പൊ ചീർപ്പുണ്ടാക്കിയിട്ട് എന്താ അത് എടുക്കാൻ പറ്റിയില്ല. അവസാനം ഞാൻ ബ്ലേഡൊക്കെ വെച്ച് കത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെത്തി കളയാ ചെയ്തത്. നല്ല സ്കെയിൽ എന്താ പറയാ, അതിൽ ചെറിയൊരു ക്രാക്കൊക്കെ വീഴുള്ളൂ, അത് ഉപയോഗിക്കാൻ പറ്റാണ്ടായി. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ വാസ്ലിൻ നല്ലോണം തേച്ച് കൊടുത്തോളൂ. വാസ്ലിൻ മതിയെന്ന് തോന്നുന്നു. വേറെ ക്രീം തേച്ചൊക്കെ പറ്റിയെന്ന് വിചാരിക്കണം. അല്ല എണ്ണ തേച്ചാലും മതിയായിരിക്കും കേട്ടോ. എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഓയിൽ ആയിട്ടുള്ള എന്തെങ്കിലും വേണം. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാം. നമ്മൾ കുറച്ച് ബൺസ് ഇടാൻ പോണ്. ഇങ്ങനെയുണ്ട്,
സൂപ്പറായില്ലേ? അവരും ഇതേപോലെ തന്നെയാണ് ഇട്ട് വെച്ചേക്കണത്. അപ്പൊ ഇതേ ഓട്ട കുഴപ്പമില്ല, കണ്ട അടി കൂടെ ഒന്നും വീണ് പോകുന്നില്ല. പിന്നെ നമ്മൾ പാർട്ട് 1 പറഞ്ഞ പോലെ ചിക്കൻ കറി ഒന്നും ഇടാൻ പറ്റില്ല, നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഇടാൻ പറ്റും. ചിക്കൻ കറി ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിലിട്ട് കഴിച്ചോളൂ. എന്നിട്ട് ഈ ഉണ്ടാക്കിയാൽ നമ്മൾ ബൺസ് ഇട്ടാൽ മതി കേട്ടോ. ചിക്കൻ ഫ്രൈ, ചിക്കൻ 65 ഇടാം, കുഴപ്പമില്ല. ഞങ്ങൾ ചിക്കൻ 65, മട്ടൺ 65 അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിലിടാം. ആരും വിഷമം വിചാരിക്കേണ്ട, ഗ്രേവി ഇടാണ്ടിരുന്നാൽ മതി കേട്ടോ. എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത് പ്രാന്തായതാണ്. അപ്പൊ ഈ ഒരു ഹാക്ക് സക്സസ്ഫുൾ ആണ്. 10ൽ 10 മാർക്ക് കൊടുക്കുക. ഭയങ്കര ഇഷ്ടമായിട്ടാ, നല്ല രസം ഉണ്ടാക്കിയത് കാണാൻ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുകൊണ്ട് നമുക്കൊരു കിരീടമൊക്കെ, അടുത്ത ഹാക്കിൽ നമുക്ക് അതുപോലത്തെ കിരീടമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഗ്ലൂ ഗൺസിനൊക്കെ നമ്മള് അയക്കാൻ പോവാണ്. നമ്മുടെ ആമസോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് അയക്കാൻ പോവാണ്. അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്ന അറിയില്ല. വേറെ സൂപ്പർ ആയിട്ടുള്ള തിരിച്ചു വന്നാൽ മതി, ഞാൻ പ്രാർത്ഥിക്കണം. അത് കിട്ടിയിട്ട് വേണം നമ്മുടെ അടുത്ത ഹാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയാനുള്ള, അപ്പൊ ഇത് നമുക്ക് കമന്റ് സെഷൻ ആണുള്ളത്. അപ്പൊ ഒരുപാട് പേരെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന കമന്റ്സ് എന്റെ വായിച്ചില്ല എന്നിട്ട്. അപ്പൊ ആരും വിഷമം വിചാരിക്കരുത്, നമ്മള് പറ്റണ പോലെയൊക്കെ എല്ലാവരും കമന്റ്സ് വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ കമന്റ് സെഷൻ തന്നെ ഇൻക്ലൂഡ് ചെയ്തോണ്ടിരിക്കുന്ന വീഡിയോസില്. അപ്പൊ പറ്റാവുന്ന പോലെയൊക്കെ എല്ലാവരും കമന്റ്സ് നമ്മൾ വായിക്കുന്നതാണ്. അപ്പൊ കുറെ പേരിൽ അടിപൊളി കമന്റ്സ് അയക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ ഹാർട്ട് വെച്ചിട്ടും അയ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കമന്റ്സ് അടിപൊളിയാണ്. നിങ്ങളുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കണു, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ചിലവരുടെ ചില കമന്റ്സ് കാണുമ്പോണ്ടല്ലോ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക, ഈശ്വര എന്തൊരു എഫേർട്ട് എടുത്തിട്ടാണ് ഇവർ നമുക്ക് വേണ്ടി ചെയ്യണത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുപോലത്തെ കമന്റ്സ് നമ്മൾ പ്രത്യേകം പറയണതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ കമന്റ് സെക്ഷനിലേക്ക് പോവാം. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന കമൻസ് ഒക്കെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള, വളരെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള കമൻസ് ആണ് കേട്ടോ. അപ്പോൾ ദിയാണ് ഈ കമന്റ് ഇട്ടേക്കുന്നത്. ഒരുപാട് ഹാർട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ മോളെ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമന്റ് ആണ്. വിദ്യ, താങ്ക്സ് എ ലോട്ട് ഡിയർ. നീത കാർത്തിക പറയുന്നത്, ചേച്ചിയുടെ വീഡിയോ എല്ലാം ഞാൻ കാണാറുണ്ട്, എല്ലാം സൂപ്പറാണ്, ഐ ലവ് യു ചേച്ചി എന്നാണ്. പിന്നെ ഒരുപാട് ഹാർട്ട്സ് തന്നിട്ടുണ്ട്, താങ്ക്സ് എ ലോട്ട് ഡിയർ. ഏഞ്ചലീന ജോസഫ് പറയുന്നത്, ചേച്ചി സൂപ്പർ വീഡിയോ, ഐ ലവ് വാച്ചിങ് എന്നാണ്. എന്നിട്ട് ഒരുപാട് ഹാർട്ട്സ് തന്നിട്ട് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമന്റ് ആണ്, താങ്ക്സ് എ ലോട്ട് ഡിയർ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കമന്റ് സെഷൻ കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി വിചാരിക്കണം. കുറെ സങ്കടമുള്ളവരുണ്ടായിരിക്കും, ആരും വിഷമിക്കേണ്ട. പിന്നെ എനിക്ക് ജാടി ഒന്നുമില്ല കേട്ടോ. ജാടി ഉണ്ടെന്ന് എന്നെ കണ്ടാ പറയോ, എന്നെ കണ്ട ജാടി ഉണ്ടെന്ന് തോന്നുന്നു. ജാട എന്താന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ എന്താണ് നിങ്ങളുടെ കമന്റ്സ് ഞാൻ വായിക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. നമ്മുടെ വീഡിയോന് ഓൾറെഡി ലെങ്ത് കൂടുതലാണ്. അപ്പൊ എന്നാലൊരു 3-4 കമന്റ്സ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റുന്നതാണ്. അപ്പൊ എന്താ പറയാ, നമ്മള് പറ്റണ പോലെയൊക്കെ എല്ലാവരെയും കമന്റ്സ് വായിക്കുന്നതായിരിക്കും. ആരും വിഷമം വിചാരിക്കരുത് പ്ലീസ്. പിന്നെന്താ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം പറയണം, നിങ്ങളുടെ പേര് വെക്കാൻ പറയണം, മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താ പറയാ, അപ്പൊ ഇതുപോലത്തെ അടിപൊളി കമന്റ്സ് അയക്കുക. പിന്നെന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ അധികം ഒന്നും പറയാനില്ല. അപ്പൊ നമ്മുടെ വാലന്റൈൻസ് ഡേ ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കണം എല്ലാവരും. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.